അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകെ, അവരെ ദുആഉം ബറകത്തുമെത്തുമേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾക്ക് ഒരു മഹാനെ പരിചയപ്പെടാം. തകർന്നിരിക്കുന്ന സമയത്ത്, പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഈ മഹാന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയാൽ, അതല്ലെങ്കിൽ യാസീൻ ഓതി ഹദിയ ചെയ്തു കഴിഞ്ഞാൽ ആ തകർച്ചയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും, ആ പ്രയാസത്തിൽ നിന്ന് നമ്മൾക്ക് കരകയറാൻ കഴിയും. ഏതാണ് ആ മഹാൻ? ആ മഹാന്റെ മഖ്ബറ എവിടെയാണെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ ഈ മജ്‌ലിസിലും രാവിലെ 6 മണിക്ക് നടക്കുന്ന മജ്‌ലിസിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, കാരുണ്യവാനായ റബ്ബേ, എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ. എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്‌ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം കരസ്ഥമാക്കുക. ഒരുപാട് ആളുകൾക്ക് ആ മജ്‌ലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും റാഹത്തും നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളും പങ്കെടുക്കുക, ബറക്കത്ത് കരസ്ഥമാക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് ഒരു മഹാനെ പരിചയപ്പെടാം. തകർന്നിരിക്കുന്ന സമയത്ത്, പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, വിഷമങ്ങൾ വരുന്ന സമയത്ത്, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള സമയത്ത്, രോഗങ്ങൾ വരുന്ന സമയത്ത് ഈ മഹാന്റെ പേരിൽ നിങ്ങൾ ഒരു ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ, ഒരു യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ തകർച്ചയിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകും. അസുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി തരികയാണ്. വിഷമങ്ങളും സങ്കടങ്ങളും മാറുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. കേരളത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചവരാണ്. സംഘടന വ്യത്യാസമില്ലാതെ എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും ആദരിക്കുന്ന പണ്ഡിതനാണ്. നമ്മളെ സമസ്തയുടെ വലിയ ആലിമാണ്, പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ നമ്മൾ ഈ പറയാൻ പോകുന്ന മഹാന്റെ പേരില് ഫാത്തിഹ ഓതാറുണ്ട്, യാസീൻ ഓതാറുണ്ട്, പ്രയാസങ്ങൾ അവിടെ പോയി പറയാറുണ്ട്. മാത്രമല്ല AP സമസ്തയുടെ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ്. ഈ അടുത്ത് AP ഉസ്താദിന് അസുഖം ബാധിച്ചു, വളരെ വിഷമം വന്നു. മഹാനവറുകള് ആ മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുകയാണ്, അവിടെ പോയി സങ്കടം പറയുകയാണ്, അവിടുത്തെ പൊരുത്തം കരസ്ഥമാക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി പണ്ഡിതന്മാരും മഹാന്മാരും വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന മഹാന്റെ പേരിലാണ് ഫാത്തിഹ ഓതാറുള്ളത്. ഏതാണ് ആ മഹാന്? കേരളത്തിൽ നമ്മളെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട മഹാനാണ്. ഒരായുസ് മുഴുവനും നമ്മൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി മാറ്റിവെച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ EK അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹുവേ, മഹാനവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവർക്ക് രക്ഷ നൽകണേ റഹ്മാനേ. ഉസ്താദിന്റെ പദവി നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ശംസുൽ ഉലമയുടെ പേരില് നിങ്ങളൊരു ഫാത്തിഹ ഓതുക. വിഷമം വരുന്ന സമയത്ത്, തകർച്ച വരുന്ന സമയത്ത് മഹാനവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരികയാണ്. അത്രയും വലിയ സ്ഥാനം കരസ്ഥമാക്കിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ EK അബൂബക്കർ മുസ്ലിയാർ. കാലഘട്ടത്തിലെ ആലിമീങ്ങളും മഹാന്മാരും മുഴുവനും അംഗീകരിച്ചവരാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ. മാത്രമല്ല നമുക്കൊക്കെ പരിചയമുള്ള CM വലിയുല്ലാഹ് ഖുതുബുൽ ആലം CM വലിയുല്ലാഹ്, ആ CM വലിയുല്ലാഹി തങ്ങളെ ഉസ്താദാണ് പ്രിയമുള്ളവരെ ശംസുൽ ഉലമാ. ശംസുൽ ഉലമയുടെ മഖ്ബറ എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് വരക്കൽ മക്കാമിലാണ്. കോഴിക്കോട് വരക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ശംസുൽ ഉലമയുടെ മക്കാമ് നിലനിൽക്കുന്നത്. കഴിയുന്ന ആളുകളൊക്കെ അവിടെ പോയി സിയാറത്ത് ചെയ്യണം. ഈ വിനീതനായ ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്തു, ദുആ ചെയ്തു. എനിക്ക് ഒരുപാട് സമാധാനം ലഭിച്ചു. നിങ്ങൾക്കും സമാധാനം ലഭിക്കും. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ സിയാറത്ത് ചെയ്യേണ്ട മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ഔറത്തൊക്കെ മറച്ച് അതുപോലെ തന്നെ നല്ല നിലക്ക് യാത്ര പോയി
അവിടെ പോയി സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും റാഹത്ത് ഉണ്ടാവും, നിങ്ങൾക്കും സമാധാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കേരളത്തിലെ ഒരുപാട് ഉസ്താദുമാര്, ഒരുപാട് വലിയ വലിയ ആലിമീങ്ങളൊക്കെ വിഷമങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ ശംസുൽ ഉലമയുടെ മഖാമിൽ പോയി പറയാറാണ്. ശംസുൽ ഉലമയുടെ മഖാമിൽ പോയി ഫാത്തിഹ ഓതാറാണ്, അവിടെ പോയി യാസീൻ ഓതാറാണ്. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറകത്തും എത്തുമേ. അവർക്ക് എപ്പോഴും നിങ്ങളൊരു ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അവരെ ബറക്കത്ത് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. എത്രയോ ആളുകളുടെ, എത്രയോ പണ്ഡിതന്മാരുടെ അസുഖം മാറിയിട്ടുണ്ട് അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതിയതിന്റെ ഫലമായി, അവിടുത്തെ നിർദ്ദേശത്തിലായി ജീവിച്ചതിന്റെ പേരില് എത്രയോ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ബറക്കത്ത് നമ്മളെ ജീവിതത്തിലും ലഭിക്കും. ആ തണൽ, അവിടുത്തെ തെർബിയത്ത് നമ്മളെ ജീവിതത്തിലും ലഭിക്കും. ശംസുൽ ഉലമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ശംസുൽ ഉലമയുടെ മഹത്വങ്ങൾ ഇതിൽ പറഞ്ഞിട്ടില്ല. ശംസുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒഴിവുണ്ടെങ്കിൽ നമ്മൾക്ക് ശംസുൽ ഉലമയെ കുറിച്ച് തന്നെ പറയണം. അത് 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറൊന്നും പറഞ്ഞാൽ തീരൂല. അത്രയും വലിയ പടുകൂറ്റൻ പണ്ഡിതനാണ്, അത്രയും വലിയ വലിയ ആലിമാണ്, തികഞ്ഞ ആലിമാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. ആ അംബിയാക്കളുടെ അനന്തരാവകാശികളിൽപ്പെട്ട പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ റഹ്മാനെ. മഹാനവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. സ്വർഗ്ഗലോകത്ത് അവരെ വെച്ച് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ശംസുൽ ഉലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. സ്വീകരിക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റിത്തരണേ അല്ലാ. ശംസുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഐക്യവും സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങളെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ സന്തോഷം നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. ഈ ക്ലാസ് കേൾക്കുന്നവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.